ഹായ്. ഞാൻ ചിന്നു മിന്നു എന്ന് പറഞ്ഞ് ചാനൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ പറയാൻ എനിക്ക് പറ്റൂ. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ നേരത്തെ അതിനു മുമ്പും അതിനെക്കുറിച്ച് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇതല്ലേ കട്ടൻ കുടിക്കാൻ പോവുക. കട്ടൻ ചായ കുടിക്കാം. കട്ടൻ ചായ കുടിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നിരിക്കുക. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ചിന്നു മിന്നു എന്നാണ്. വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, എല്ലാവരും ചെയ്യുന്ന കണക്ക്. പക്ഷേ എനിക്ക് കുറേ പരിമിതികളുണ്ട്. ഒന്നാമത് വീഡിയോസൊക്കെ ഞാൻ തനിയെ എടുക്കുന്നതാണ്. പിന്നെ എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചക്കുറവുണ്ട്. കാരണം ഇതൊരു ഷെഡാണ് എൻ്റെ വീട്. അപ്പോൾ പുറത്തുനിന്ന് വെളിച്ചം കടന്ന് വരാനുള്ള ജനലുകളോ ഒന്നുമില്ല. ആകെ ഒരൊറ്റ വാതിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഈ വെളിച്ചക്കുറവുണ്ട് ഇതിനകത്ത്. മഴ എന്ന് കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ഇതിനകത്തുള്ള വെളിച്ചക്കുറവിൻ്റെ കാര്യം. അപ്പോൾ ഒത്തിരി പരിമിതിയെ കാത്തു നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എങ്കിലും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇടയ്ക്ക് ആരോ ഞാനിങ്ങനെ വീടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്നോട് തറയിട്ടാന്ന് ചോദിച്ചായിരുന്നു. തറയെന്നല്ല, എനിക്ക് ഈ വീട് തന്നെയും, ഈ വീടെന്ന് പറയാൻ പറ്റില്ല, ഷെഡ്. ഈ ഷെഡ് പൊളിച്ച് കളഞ്ഞ് അതിന് തറ ഒക്കെ ചെയ്ത് വന്ന് എനിക്ക് ഒരു ചെറിയ വീട് വയ്ക്കണം. അതെൻ്റെ മനസ്സിലെ ആഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ നടക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതും എന്ത് കാര്യമായിരുന്നാലും അത് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ. ഇപ്പം തന്നെ എനിക്ക് 67 സബ്സ്ക്രൈബർ മാത്രം കിട്ടുന്നുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 3 മാസമായി. ചിലരിങ്ങനെ പറയാറുണ്ട് 4 മാസമായി എനിക്ക് പേയ്മെൻറ്റ് കിട്ടി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അതിശയിക്കും. ഇങ്ങനെയൊക്കെ അവർക്ക് ഇത്രയും പെട്ടെന്ന് അതിലേക്ക് എത്താൻ കഴിയുന്നതെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു ഇത് ഉദ്ദേശിച്ചു കൊണ്ടല്ല. എനിക്ക് എൻ്റെ സമയം പോകണം. ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളല്ല, എനിക്ക് സമയം പോകണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഇങ്ങനെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട് എനിക്ക്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഞാനത് നിങ്ങളോടൊക്കെ പറയുന്നതുമാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. എൻ്റെ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ഒക്കെ 1K ഒക്കെ ആയിരിക്കും വ്യൂസ്. അപ്പോൾ അങ്ങനെ കണ്ടു പോകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത് വളരെ ഒരു ഉപകാരമായിരിക്കും. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും പ്ലീസ്.